ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വരം നിങ്ങൾ ശ്രവിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അവസാന പ്രതീക്ഷയെപ്പോലും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർക്ക് പിതാവായ ദൈവം വളരെയധികം ദൂതന്മാരെയും ഉപദേശങ്ങളെയും നൽകിക്കൊണ്ട് തൻ്റെ പക്കലേക്ക് തിരികെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ ഇവയൊന്നും തന്നെ വകവയ്ക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവം എന്ന നിലയിൽ തൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ ഇവരുടെ പക്കലേക്ക് അയക്കുകയാണ്. ഇവരാകട്ടെ ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ക്രിസ്തുവിനെ പോലും പൂർണ്ണമായും തിരസ്കരിക്കുകയാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വെളിപ്പെടുകയാണ്. ഇന്ന് നാം സഭാമാതാവോടൊന്നു ചേർന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിന് അമിതമായ പ്രാധാന്യം നൽകിയ വിശുദ്ധൻ ഏറ്റവും ഒടുവിൽ ഇവയെല്ലാം വിഡ്ഢിത്തരമാണെന്ന് മനസ്സിലാക്കുകയാണ്. വിശ്വാസത്തിൻ്റെ സംരക്ഷകനായി സ്വയം ഈ വിശുദ്ധൻ ഉയരുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. റോമ നഗരത്തിൻ്റെ പ്രീഫെക്റ്റായിരുന്ന റസ്റ്റിക്കസ് ജസ്റ്റിനെയും 6 സഹപ്രവർത്തകരെയും ഒരുമിച്ച് തടവിലാക്കുകയാണ്. ക്രിസ്തുവിനെതിരെ, വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വഴങ്ങാത്തതിനാൽ ഇവർ 7 പേരെയും ഒരുമിച്ച് ശിരച്ഛേദനം ചെയ്ത് രക്തസാക്ഷിയായി ഇവർ മാറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ, വിശ്വാസത്തിൽ വേരൂന്നാതെ, ദൈവം വേണ്ട, ദേവാലയം വേണ്ട, പ്രാർത്ഥന വേണ്ട എന്ന് ചിന്തിച്ച് ഈ ലോകത്തിൻ്റെതായ തിന്മകളിലും സുഖലോലുപതയിലും മനുഷ്യർ ജീവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഈ ലോകവും മനുഷ്യരെ അത്തരത്തിൽ തെറ്റായി സ്വാധീനിക്കുന്നുണ്ട്. കാലത്തിൻ്റെ പുരോഗതിക്കനുസരിച്ചുള്ള ശാസ്ത്രലോകത്തിൻ്റെ വളർച്ചയും മനുഷ്യരുടെ സ്വാർത്ഥതയും ഹുങ്കുമെല്ലാം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുന്നതിൽ നിന്ന് മനുഷ്യരെ വളരെയധികം പിന്തിരിപ്പിക്കുകയാണ്. ഇന്നിൻ്റെ യുവതലമുറ മുഴുവൻ കാഷ്വൽ എത്തയിസം എന്ന പാപത്തിന് അടിമകളായി കൊണ്ടിരിക്കുകയാണ്. അതായത്, ദൈവമുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ എനിക്ക് താല്പര്യവുമില്ല, ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസവുമില്ല. ഇപ്രകാരം ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഈ ലോകത്തെ തിരികെ ത്രിയേക ദൈവവുമായി രഞ്ജിപ്പിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും നാം ഒരിക്കലും ഈ ലോകത്തിൻ്റെതല്ല എന്നുള്ള തരത്തിൽ ക്രിസ്തുവിനെ അനുകരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്രകാരം ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തു നൽകിയ മാതൃകയനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.